എത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴുകയാകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ എത്ര ധന്യമേ ഈ ലോക ജീവിതം ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിരുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിരുണ്ട് തൻ വഴികൾ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം കൂടി നൽകി തന്നല്ലോ. അതിനുള്ള ഒരു ആരോഗ്യം നൽകി തന്നല്ലോ, അവസരങ്ങളെ നൽകി തന്നല്ലോ. അതിനായിട്ട് കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദത്തിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വേദ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പെസഹ പെരുന്നാളിനോട് ചേർത്ത്. പെസഹ പെരുന്നാള് എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചക്കാലം നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് വേണ്ടിയിട്ടൊരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അങ്ങനെ മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ കട്ടളക്കാലിലും കുറുമ്പടിമേലും രക്തം തെളിച്ച് അവരെ അവിടുന്ന് ഇറക്കിയ ചരിത്രങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇതാണല്ലോ നമ്മൾ കണ്ട പിക്ചർ കഴിഞ്ഞ ആഴ്ചത്തെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ കാണിക്കാം. പല പ്രാവശ്യം കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയും. 7 ഉത്സവങ്ങളുള്ളതിലെ ആദ്യത്തെ ഉത്സവമാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കുവാനിടയായി തീർന്നത്, പാസ് ഓവർ. അതിന്റെ അടുത്ത 2 ഉത്സവങ്ങളാണ് അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളും ആദ്യ ഫല കറ്റപ്പെരുന്നാളും. 1, 2, 3 അത് ചേർന്ന് കിടക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ നിസാൻ മാസം 14-ാം തീയതി പെസഹ ആചരിക്കുന്നു. 15-ാം തീയതി തൊട്ട് പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ അടുത്ത 7 ദിവസത്തേക്ക്. അങ്ങനെ 15-ാം തീയതി പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ തുടങ്ങും. 16-ാം തീയതി ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫല കറ്റ പെരുന്നാൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 2 പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. അത് ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടക്കം, അവന്റെ പാപമില്ലാത്ത ശരീരം, അതുപോലെ 3-ാം ദിവസത്തെ അവന്റെ ഉയർപ്പാകുന്ന ആദ്യ ഫല കറ്റ എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം തന്നെ ഈ ആഴ്ച നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 3 ഉത്സവങ്ങളാണ് ഇന്നിവിടെ തീരുന്നത്. കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ഒരു ഉത്സവം കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ സ്ക്രിപ്ചർ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ജീസസ് ഈസ് ദ ട്രൂ പാസ് ഓവർ ലാംബ് ഓഫ് ഗോഡ് whose sacrificial death and shed blood causes the wrath of God to pass over only for those who put their faith in him. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു കുഞ്ഞാടിന്റെ രക്തത്തിൽ അതേ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് മാത്രം, കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പടിമേലും തളിച്ച് വിശ്വാസത്തോടെ ആ ഭവനത്തിനകത്ത് കയറുന്നവർക്ക് മാത്രം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. രക്തം തെളിച്ചിട്ട് ഭവനത്തിന് പുറത്തുകൂടി നടക്കുക എന്നുള്ളതല്ല. രക്തം തെളിച്ച് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഭവനത്തിനകത്ത് പ്രവേശിച്ച് അതിന്റെ മാംസം ഭക്ഷിച്ച് അകത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ പാസ് ഓവർ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കടന്നു പോകുന്നത്, സംഹാരദൂതൻ കടന്നു പോകുന്നത്. അങ്ങനെ അവർ അത് ആചരിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. 12-ന്റെ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും.
ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവാകിയില്ല. രക്തം കാണുമ്പോഴാണ് നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകുന്നത്, അല്ലാതെ രക്തം തെളിച്ച് പുറത്തു നിൽക്കുന്നവരെ കാണുമ്പോഴല്ല. ആ രക്തം കാണുമ്പോൾ അതെ, ആ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും, ആ നാശഹേതുവാകത്തില്ല അവർക്കത് അത് എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ ആ ഭവനത്തിനകത്തേക്ക് വിശ്വാസത്തോടെ അവർ കയറി പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിക്കാൻ ഇടയായിട്ട് തീർന്നത്. അപ്പൊ പാസ് ഓവർ ഇസ് സെലിബ്രേറ്റഡ് ഓൺ നിസാൻ 14. നമ്മൾ പറഞ്ഞു എന്നാണ് അബീബ് മാസം 14-ാം തീയതി. 10-ാം തീയതി ആടിനെ എടുക്കുന്നു, 14-ാം തീയതി അവരത് ആഘോഷിക്കുന്നു. എപ്പോഴാണ്? ബിറ്റ്വീൻ ദി ഈവനിങ്. അത് നമ്മൾ കണ്ടു. അതെ, ബിറ്റ്വീൻ ദി ഈവനിങ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്, എ ടൈം സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ടൈം. അത് പ്രത്യേകമായ ഒരു സമയം, നിത്യതയോളം നിലനിൽക്കത്തക്കവണ്ണം ശക്തിയുള്ളൊരു സമയമാണ് ഈ ബിറ്റ്വീൻ ദി ഈവനിങ്. അപ്പോഴാണ് കുഞ്ഞാട് അറുക്കപ്പെടുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് യേശു ക്രിസ്തു അതെ, അവന്റെ ക്രൂശുമരണം, കുഞ്ഞാട് അറുക്കപ്പെട്ടു. ലോകസ്ഥാപനം മുതൽ തന്നെ പിതാവ് പുത്രനായ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമുക്ക് കാണാനായിട്ട് ഇടയായി തീർന്നു. അതാണ് പുറപ്പാട് 12 നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടി പറഞ്ഞ് അതിലാണ് ഇവിടെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ പറഞ്ഞു വന്നത്. ഒടുവിൽ നമ്മൾ പറഞ്ഞു ഇവര് ഇന്നും പിന്നെ പെസഹ ആചരിക്കുന്ന വിധം എങ്ങനെയാണെന്ന്. അത് തിരുവചന അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരത് ആചരിക്കുന്നത്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ 4 ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് കയ്പ് ചീര തിന്നുന്നത്? എന്തുകൊണ്ടാണ് ഉപ്പുവെള്ളത്തിൽ നമ്മൾ മുക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചാരി ഇങ്ങനെ വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് പുളിക്കാത്ത ഈ ഉണങ്ങിയ അപ്പം നമ്മൾ തിന്നുന്നതിന്റെ കാരണം എന്താണ് എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവർ അടിമ വീടായ മിസ്രൈം നാട്ടിൽ ഇവരുടെ പിതാക്കന്മാരായിരുന്ന കഥകളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ തിരുവചനം വായിച്ച് ധ്യാനിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ദൈവരെ മരുഭൂമിയിൽ കൂടി നടത്തിയ വിധങ്ങൾ. ആവർത്തന പുസ്തകം 6:20 തൊട്ട് 24 വരെ വായിച്ചു കഴിഞ്ഞാൽ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ, ഒറ്റ ഭാഗം മാത്രം ഞാൻ എടുക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, ആവർത്തന പുസ്തകം 6:20 തൊട്ട് 24 വരെ, നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്താന്ന് നാളെ നിന്റെ മക്കൾ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഇതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതും ഇതൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ചോദിക്കും. ഇതൊക്കെ ഇവർക്ക് തലമുറയായ ചട്ടമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നു. നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ മകനോട് എന്താണ് പറയേണ്ടത്? ഞങ്ങൾ മിസ്രൈമിൽ ഫറവോൻ അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രൈമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്വവും ഉഗ്രവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. കണ്ടോ, തലമുറ ചോദിക്കുന്ന ചോദ്യത്തിന് പിതാക്കന്മാർ പറയുന്ന ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഉത്തരം പറയണമെന്ന് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് ഇന്നും അതേ പെസഹ ആചരിക്കുമ്പോൾ സെഡർ മീലില് അവിടെ അവർ വരുമ്പോൾ, കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർ ചോദിക്കും. ആ ചോദ്യങ്ങൾ അവർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ആ ഭാഗങ്ങളെല്ലാം ഇവർ വായിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ശീലമാണ് ഒരു ഭവനത്തിനകത്ത് ഒരു മാതാവും പിതാവും കുടുംബവുമായിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു നല്ലൊരു ഉദാഹരണമാണ്. ഇന്ന് പല ഭവനങ്ങളിലും ഇല്ലാത്ത ഒരു കാര്യം. പ്രാർത്ഥിച്ചു എഴുന്നേറ്റ് കഴിയുമ്പോൾ അതോടുകൂടി ദൈവവിഷയങ്ങളൊക്കെ കഴിയുന്നു. എന്നാൽ അതങ്ങനെയല്ല. അവർ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും കുഞ്ഞുങ്ങളോടുകൂടെ സഞ്ചരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒക്കെയും ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലം, അത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് അതിന്റെ അടുത്ത ഭാഗം ഏതാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 14-ാം തീയതി കുഞ്ഞാടിനെ അറുക്കുന്നു, 14-ാം തീയതി ഈവനിങ്, 15-ാം തീയതി തൊട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസത്തെ പെരുന്നാളാണ്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആ ചാർട്ട് അവിടെ എൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുക, നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ the feast of the unleavened bread starts on the 15th Nisan for 7 days. 15-ാം തീയതി അത് ആരംഭിക്കും. The feast of the unleavened bread and Passover celebrate together. ഇത് തൊട്ടുകെട്ട് കിടക്കും. ആയതുകൊണ്ട് ഇത് ഒരുമിച്ചാണ് ഈ ഒരാഴ്ചത്തെ ആഘോഷം.
which are the two sides of the same truth. ഒരേ സത്യത്തിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗം, മുഖം എന്ന് പറഞ്ഞതുപോലെ രണ്ട് മുഖമാണ്. ഒന്ന് പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുക, മറ്റേത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. Immediately after the salvation and redemption through the blood comes the holy living, which means redemption always leads us to holiness. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് തീരുകയല്ല ജീവിതം, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മറ്റൊരു പ്രതലത്തിലേക്ക്, മറ്റൊരു മുഖത്തേക്ക്, മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ട് ജീവിതയാത്ര നമ്മൾ തുടരുകയാണ്. സാൽവേഷനും റിഡംഷനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രക്ഷയും വീണ്ടെടുപ്പും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് തൊട്ട് കിടക്കുന്നു, അത് നേരെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഹോളി ലിവിങ്, ഒരു വിശുദ്ധമായ ജീവിതം, പുളിപ്പില്ലാത്ത ഒരു ജീവിതം, പുളിപ്പിനെ മാറ്റിക്കളയുന്ന ഒരു അനുഭവം ആണ് പിന്നീടുള്ള നമ്മുടെ കാലങ്ങളിൽ. രക്ഷിക്കപ്പെട്ടതോടുകൂടി തീരുകയല്ല, സ്നാനപ്പെട്ടതോടുകൂടി തീരുകയല്ല, പിന്നെയോ ഇനി ഒരു യാത്ര ഇവർക്കുണ്ട് എന്നുള്ളത് ഈ ഉത്സവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അതാണ് 14 കഴിഞ്ഞിട്ട് 15-ാം തീയതി തന്നെ തുടങ്ങുന്നു the feast of the unleavened bread. Since the Israelites fled in haste, there was no time for the bread dough to rise. അവർക്ക് അത് അപ്പം പുളിച്ച് പുറത്തു വരാനായിട്ടുള്ള സമയം അവർക്കില്ലായിരുന്നു. കുഴച്ചു വെച്ച മാവും തലയിൽ വെച്ചുകൊണ്ട് അവർ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് അവര് പുളിപ്പില്ലാത്ത അപ്പം അങ്ങനെ അവരുടെ കയ്യിൽ ഇരുന്ന് തന്നെ അത് വെയിലത്ത് ചൂടത്ത് ചുട്ടുപോയത്. അങ്ങനെ അത് അവർ തിന്നുന്നു. ദൈവം കൽപ്പന കൊടുത്തു, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം വേണം തിന്നാനായിട്ട്. Not only the consumption of leaven forbidden, but even the presence of leaven in the one's house was forbidden. അവരുടെ ജീവിതത്തിലെ പുളിപ്പ് മാത്രമല്ല മാറ്റിക്കളയേണ്ടത്, അവരുടെ വായിൽ നിന്നുള്ള വാക്കുകളിലെ പുളിപ്പ് മാത്രമല്ല മാറ്റിക്കളയേണ്ടത്, അവരുടെ വീടിനകത്ത് തന്നെ എന്തെങ്കിലും പുളിപ്പുണ്ടെങ്കിൽ തന്നെ മാറ്റിക്കളയണം. 12:15 അങ്ങനെ വായിക്കുന്നു, 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നീക്കണം. അപ്പോൾ ജീവിതത്തിലുള്ള പുളിപ്പ് പോകണം, ഭവനത്തിനകത്തുള്ള പുളിപ്പ് പോകണം, നമ്മുടെ ഇടപാടുകളിലുള്ള പുളിപ്പ്, ഭവനത്തിനകത്ത് അത്ര നാളും വെച്ച് പുലർത്തിയിരുന്ന താലോലിച്ചിരുന്ന പുളിപ്പുകളെല്ലാം എടുത്തു കളയണം. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് എന്ന് പറഞ്ഞാൽ. അതോ പുറമേ ചിലത് പുളിപ്പില്ലായ്മ, ലോകത്തെ കാണിക്കുന്ന പുളിപ്പില്ലായ്മ മാത്രമല്ല, അവരുടെ ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത്, വീടിനകത്ത്, കൊടുക്ക വാങ്ങലുകളില്, അവരുടെ പെരുമാറ്റങ്ങളില്, സംസാരങ്ങളില് ഉള്ള എല്ലാ പുളിപ്പിനെയും മാറ്റിക്കളയണം. വായിൽ നിന്ന് വരുന്നത് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, ഇവിടെ നമ്മൾ 2 കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ്? വ്യക്തിപരമായ ജീവിതത്തിലെ പുളിപ്പ്, വീടുകളിൽ നിന്നുള്ള പുളിപ്പ്. അടുത്തത് ആവർത്തന പുസ്തകം 16:4 പറയുന്നു, 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ചതും അപ്പം കാണരുത്, ദേശത്തു പോലും പുളിപ്പ് കാണരുത് എന്ന് ദൈവം അവിടെ പറയുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം എന്താ പറയുന്നത്, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്ന ഒരു ലോകത്തിൽ, ഒരു വീണുപോയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആ ലോകത്തിൽ നമ്മൾ എപ്രകാരം നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചു, ലോകക്കാരല്ലാതെ ഇരിക്കത്തക്കവണ്ണം അവന്റെ രക്തത്താലും കൃപയാലും അവന്റെ പരിശുദ്ധാത്മാവിനാലും നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് അവൻ നമ്മളെ ഈ പുളിച്ച ലോകത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്തിനാണ്? മറ്റുള്ളവരെ പുളിപ്പില്ലാതാക്കി തീർക്കേണ്ടതിനായിട്ട്. അങ്ങനെ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടു 3 ഭാഗങ്ങളിൽ പുളിപ്പ് മാറ്റിക്കളയണം. 4-മതൊരു കാര്യം, നോ ലീവൻ ഓഫ് ഈജിപ്റ്റ് മസ്റ്റ് ബി ദെയർ. നിങ്ങൾ പണ്ടുണ്ടായിരുന്ന, നിങ്ങൾ പഴയ കാലത്ത് നിങ്ങൾ ശീലിച്ചു പോകുന്ന ചിലതുണ്ടല്ലോ, ഈജിപ്തിലെ മിസ്രൈമിലെ പുളിപ്പും കൊണ്ടും നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുന്നു. ഇതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന് 2-3 പേരുകളുണ്ട്. ഒന്ന്, ആദ്യത്തെ പേര് ദ ബ്രെഡ് ഓഫ് അഫ്ലിക്ഷൻ, കഷ്ടതയുടെ അപ്പം, കഷ്ടതയുടെ ആഹാരം. ഇതെവിടെയാ കിടക്കുന്നത്? ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആവർത്തനം 16:3 എഴുതിയിരിക്കുന്നു, നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. നോക്കണം, അവിടെ പുളിച്ച അപ്പം എന്ന് എഴുതിയിട്ടുണ്ട്.
അങ്ങനെ അറിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അടുത്ത വാക്യത്തിൽ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ എങ്ങനെ അവിടെ ദൈവാത്മാവ് എഴുതിയിരിക്കുന്നത്? നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം. അതിന് കഷ്ടതയുടെ ആഹാരം എന്നൊരു പേരുണ്ട്, കഷ്ടതയുടെ അപ്പം എന്നൊരു പേരുണ്ട്, ഞെരുക്കത്തിന്റെ അപ്പം എന്ന് അതിനൊരു പേരുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണം. തത്രപ്പാടോടുകൂടിയല്ലോ നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടത്. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴേ ദൈവത്തിന് അവരോടുള്ള ഒരു കൺസേൺ, അവരോടുള്ള ഒരു കരുതല്, അവരോടൊന്നല്ല ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ഉള്ള ആ ദൈവത്തിന്റെ കരുതല്. നീ എത്രമാത്രം ഇവിടെ വന്നത്, നീ തത്രപ്പാടോടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്, നിന്റെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങള് കാണുന്നൊരു ദൈവം ഉണ്ട് എന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് കഷ്ടതയുടെ ആഹാരം, ദ ബ്രെഡ് ഓഫ് അഫ്ലിക്ഷൻ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആദ്യത്തെ പേരാണ് കഷ്ടതയുടെ ആഹാരം. അത് പറയാനുള്ള കാരണം എന്താണ്? The bread is unleavened because it has been burned out of affliction. അത് പുളിപ്പില്ലാതായി തീരാനുള്ള കാരണം എന്താണ്? അത് കഷ്ടതയുടെ അകത്തു നിന്ന് ഉരുവായതുകൊണ്ടാണ് അതിന് പുളിപ്പില്ലാതെ പോയത്. ഇസ്രായേൽ മക്കളുടെ കഷ്ടതയുടെ ആ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആഹാരമായിരുന്നത് കൊണ്ടാണ് ആ ആഹാരം പുളിപ്പില്ലാതെയായി തീർന്നത് എന്നുള്ളത് നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിലെ ഇവരുടെ ഈ ജീവിത അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകും. Sometimes the afflictions makes us unleavened. ജീവിതത്തിന്റെ വിഷമമേറിയ ഘട്ടങ്ങൾ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ വേദനകൾ, ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന്റെ പുളിപ്പ് മാറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിന്റെ പുളിപ്പ് മാറ്റാൻ ദൈവം ചിലപ്പോൾ ചില അഫ്ലിക്ഷൻസ്, കഷ്ടതകള്, ഞെരുക്കം, വേദന, നിന്ന, പരിഹാസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? ഈ പുളിപ്പ് മാറ്റിക്കളയാനായിട്ട്. So the afflictions makes us unleavened. അതുകൊണ്ടാണ് ഇതിനെ ബ്രെഡ് ഓഫ് അഫ്ലിക്ഷൻ എന്ന് പറയുന്നത്, കഷ്ടതയുടെ ആഹാരം എന്ന് പറയുന്നത്. കഷ്ടത നമ്മുടെ ജീവിതത്തിലെ പുളിപ്പ് മാറ്റിക്കളയും. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 4:8 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ. വി ആർ സോ അഫ്ലിക്റ്റഡ്. അപ്പം പൗലോസ് കഴിക്കുന്ന എന്താ? കഷ്ടതയുടെ ആഹാരമാണ് പൗലോസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം എന്താണ്? പൗലോസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൗലോസിന്റെ പ്ലേറ്റിലുള്ളതെല്ലാം കഷ്ടതയുടെ ആഹാരമാണ്. പല പല ഫോമിൽ, പലതരത്തിൽ, അത് എന്താ പറയുന്നത്, പല റെസിപ്പി പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പൗലോസിന്റെ പാത്രത്തിൽ ഇരിക്കുന്നത്. പൗലോസ് കഴിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അത് കഴിച്ച് വയറ് നിറച്ചുകൊണ്ടിരിക്കുക പൗലോസ്. കഷ്ടത, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഉപേക്ഷ, വീണ് കിടക്കുക, ഇതെല്ലാം പൗലോസ് ഇതിൽ കൂടെ കടന്നു പോവുക. ഇടുക്കം, നിരാശ, ഉപേക്ഷിക്കപ്പെടല്, നശിച്ചു പോകുന്നത് പോലെയുള്ള വക്കിൽ വരും. പൗലോസ് കടന്നു വന്നിരിക്കുക. കഷ്ടതയുടെ ആഹാരം പൗലോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അടുത്ത 10-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് പൗലോസ് ഒരു പുളിപ്പില്ലാത്ത അപ്പമായിട്ട് തീരുന്നു. ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നത് എന്താണെന്ന് അറിയാമോ? പുറുവറുപ്പല്ല, ശാപമല്ല, നിരാശയല്ല, പിന്നെ നാശമല്ല, പിന്നെ ശാപവാക്കുകളല്ല. പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നത് യേശു ക്രിസ്തുവിന്റെ ജീവൻ. കഷ്ടതയുടെ ആഹാരം പൗലോസിന്റെ ജീവിതത്തെ പുളിപ്പില്ലാത്തതാക്കി തീർത്തു. അവിടെ പറയുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കണം, കഷ്ടതയുടെ ആഹാരം എൻ്റെ ജീവിതത്തിന്റെ പുളിപ്പ് മാറ്റിക്കളയുന്നുണ്ടോ? അതോ പുളിപ്പ് വർദ്ധിപ്പിക്കുവാണോ? അതോ വീണ്ടും ഞാൻ ദൈവത്തോട് മറുതലിക്കുവാണോ? ഞാൻ ബെറ്റർ ആകുവാണോ? ഞാൻ ബിറ്റർ ആകുവാണോ? കഷ്ടത നമ്മൾക്ക് 2 കാര്യം കൊണ്ടുവരും. ഒന്ന് ഞാൻ ബെറ്റർ ആകും, ഒന്ന് ഞാൻ നന്നാകും, ഇല്ലെങ്കിൽ ഞാൻ മറ്റേ സൈഡിലേക്ക് പോകും. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 119 സങ്കീർത്തനത്തിന്റെ 71-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് കഷ്ടത ഒന്നും നന്നായി നിന്റെ ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ. കഷ്ടതയുടെ ആഹാരം സങ്കീർത്തനക്കാരനെ പുളിപ്പില്ലാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങൾ പഠിച്ച് പുളിപ്പില്ലാത്ത അനുഭവം, മധുരിപ്പിക്കുന്ന അനുഭവം, മധുരം നിറഞ്ഞ അനുഭവം സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിലുണ്ടായി.
യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ, യോബ് പറയുന്നു, when he has tried me I shall come forth as gold. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബ് ശോധനയിൽ കൂടി കടന്നു പോയപ്പോൾ, കഷ്ടതയുടെ ആഹാരം രാവിലെ തൊട്ട് വയ്യോളം വരുന്ന യോബ് കഴിച്ചപ്പോൾ യോബ് പുറത്തു വന്നത് ഒരു സ്വർണമായിട്ടാണ് പുറത്തു വന്നത്, തങ്കമായിട്ടാണ് യോബ് പുറത്തു വന്നത്. അതെ, ഒരു പഴയ നിയമ ഭക്തന്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ വായിച്ചത്. റോമലേഖനം 5:3 വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. എന്താ ഇവിടുന്ന് പുറത്തു വരുന്നത്? കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ എന്ന പുളിപ്പില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അതുകൊണ്ട് ആ പുളിപ്പില്ലാത്ത അപ്പത്തിന് ഒരു പേരാണ് കഷ്ടതയുടെ ആഹാരം. രണ്ടാമത്തെ പേരിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് രണ്ടാമത് ഈ അപ്പത്തിന്റെ പ്രത്യേകത? ദ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ് അഫ്ലിക്ഷൻ മേക്സ് us unleavened. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരം തന്നെ ഒരു കഷ്ടതയുടെ ആഹാരമാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പുളിപ്പില്ലാത്തതായിട്ട് തീരും. നമ്മൾ മുമ്പേ ചിന്തിച്ച കാര്യം, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവങ്ങൾ നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കും. ഇത് ക്രിസ്തുവിന്റെ കഷ്ടത നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കും. രണ്ട് കാര്യങ്ങൾ, ജീവിതത്തിന്റെ കഷ്ടത നമ്മളെ പുളിപ്പില്ലാത്തവരാക്കി തീർക്കും, ക്രിസ്തുവിന്റെ കഷ്ടത നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് us make us unleavened. കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ്, കൂട്ടായ്മ, ആ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഒട്ടുനിപ്പ് നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കും. യെശയ്യാ 53:5 നമ്മൾ വായിക്കുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണർ. അവിടെ അടിപ്പിണർ എന്നുള്ളൊരു വാക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വൂൺസ്, ബൈ ദ വൂൺസ് ഓഫ് ജീസസ് വി ആർ ഹീൽഡ്. നമ്മുടെ അസുഖം, രോഗം വരുമ്പോൾ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ കോട്ട് ചെയ്യുന്നൊരു വാക്യമാ, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം. അതെ, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം. എന്നാൽ അവന്റെ മുറിവിനാൽ സൗഖ്യം. എന്താണ് ഈ മുറിവിന്റെ അർത്ഥം? അത് പഠിക്കണമെങ്കിൽ നമ്മളെ എബ്രായ ബൈബിൾ വായിക്കണം. അടിപ്പിണർ, മുറിവ്, വൂൺസ് എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് അവിടെ എഴുതിയിരിക്കുന്ന ഖബുറ. ഖബുറ എന്നുള്ള വാക്ക്, അതിനൊരു റൂട്ട് വേർഡ് ഉണ്ട്, റൂട്ട് വെർബ് ഉണ്ട്, ഒരു ക്രിയാപദമുണ്ട് അതിന്റെ അടിസ്ഥാനമായിട്ട്. അതിന്റെ പേരാണ് ഖബർ. ആ ഖബർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഖബൂറ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്, അടിപ്പിണർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ആ ഖബർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഫ്രണ്ട്ഷിപ്പ്, സഖിത്വം, ബൈൻഡിങ് ടുഗെദർ, കൂട്ടിയിണക്കല്, കൂട്ടുകാരൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാലാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്? ബൈ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ജീസസ് വി റിസീവ്ഡ് ഹീലിംഗ്. ക്രിസ്തുവുമായിട്ടുള്ള ആ സഖിത്വം നിമിത്തം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര മനോഹരമാ! അവന്റെ മുറിവെന്ന് പറഞ്ഞാൽ നമുക്ക് അവനോടുള്ള സഖിത്വമാണ്. അവനോടുള്ള ആ മുറിവിന്റെ ആഴം എത്രത്തോളം ഞാൻ മനസ്സിലാക്കുമോ അത്രത്തോളം എനിക്ക് അവനോടുള്ള സഖിത്വത്തിന്റെ ആഴവും വർദ്ധിക്കും. അവന്റെ എവിടെയോ ഒരു കർത്താവ്, പണ്ട് എവിടെയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അവൻ മുറിവേറ്റു, എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ മുറിവിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ മുറിവിനെ ഞാൻ ധ്യാനിക്കുകയും ആ മുറിഞ്ഞ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ആ മുറിവിന്റെ ആഴം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ബൈ ഹിസ് ഫ്രണ്ട്ഷിപ്പ് ഐ വിൽ ബി ഹീൽഡ്. അവനോടുള്ള സഖിത്വ നിമിത്തം ഞാൻ സൗഖ്യമാക്കപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ക്രൈസ്റ്റ് അഫ്ലിക്ഷൻ മേക്സ് us unleavened. ക്രിസ്തുവിന്റെ കഷ്ടത, ക്രിസ്തുവിന്റെ കടന്നുപോയ മുറിവ്, അതെ, എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. ജീസസ് gave up his life for us so that we would become his friends or we will become unleavened. കർത്താവ് യേശു ക്രിസ്തു തന്റെ സ്വന്തം ജീവൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാ? എന്നെ അവന്റെ സഖിയാക്കി തീർക്കാൻ, എന്നെ അവന്റെ കൂട്ടുകാരനാക്കി തീർക്കാൻ, എന്നെ അവന്റെ സഹോദരനാക്കി തീർക്കാൻ, എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കാനാണ് കർത്താവ് യേശു ക്രിസ്തു ചാട്ടവാറിനാല് അടിയേറ്റത്. അതുകൊണ്ടാണ് അവന്റെ മുറിവുകൾക്ക് ആഴമേറിയത്. കാരണം ആഴമേറിയ ഒരു ബന്ധം ഞാനും നിങ്ങളുമായിട്ട് സൃഷ്ടിക്കുവാനായിട്ട് സ്വർഗത്തിലെ പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പേ പദ്ധതി ഇട്ടിരുന്നു. അത് കാൽവരി ക്രൂശിൽ നിറവേറി. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ലോകമെമ്പാടും ക്രിസ്തീയ
ലോകം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നമുക്കതിന്റെ ആഴങ്ങളിലേക്ക്, അവന്റെ മുറിവിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിയാൽ നമ്മുടെ പുളിപ്പ് നീങ്ങിപ്പോകും. നമ്മളുടെ രക്ഷയുടെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമായിട്ട് തീരും. യോഹന്നാന്റെ സുവിശേഷം 15:13 ഇങ്ങനെ വായിക്കുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് അവൻ ജീവനെ കൊടുത്തത്. എന്നെയും നിങ്ങളെയും അവന്റെ സ്നേഹിതനാക്കി തീർക്കാൻ he got afflicted. എന്നെയും നിങ്ങളെയും അവന്റെ സ്നേഹിതനാക്കി തീർക്കാൻ he became the bread of affliction. അവൻ കഷ്ടതയുടെ ആഹാരമായിട്ട് തീർന്നു നമ്മളെ സ്നേഹിതരാക്കി തീർക്കാൻ. അതേ അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് പറയത്തില്ല, പിന്നെ ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര വലിയ ഭാഗ്യ പദവിയാ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പിതാവിനോട് കേട്ടതെല്ലാം പുത്രൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. പുത്രന് ചെവി കൊടുത്താൽ മാത്രമേ പിതാവിൽ നിന്ന് കേട്ടത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അന്നൊരു ശബ്ദമുണ്ടായത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അവന് ചെവി കൊടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇനി ദാസന്മാരല്ല, ക്രിയകളാലല്ല, പിന്നെയോ അവന്റെ മുറിവ് നിമിത്തം, അവന്റെ ഫെലോഷിപ്പ് നിമിത്തം, അവന്റെ ഫ്രണ്ട്ഷിപ്പ് നിമിത്തം അവൻ എന്നെ സ്നേഹിതനാക്കി തീർത്തു. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഇന്ന് പഠിച്ചു. അതെ, ഈ കഷ്ടതയുടെ ആഹാരം എന്നെ പുളിപ്പില്ലാത്ത, എൻ്റെ ജീവിതത്തിലെ കഷ്ടത എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടത എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളില് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരവസരമായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് ആയിത്തീരട്ടെ. അടുത്തതായിട്ട് we do not come to Christ sanctified, but trusting in the affliction that Christ has endured on our behalf, we will be sanctified. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്, പിന്നെയോ അവന്റെ കഷ്ടതയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവന്റെ പുനരുദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവന്റെ കാൽവരി ക്രൂശിലെ അടിപ്പിടലിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവം പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. We do not become sanctified by afflicting ourselves. ഞാൻ എന്നെ തന്നെ കുറച്ച് ദണ്ഡനം ചെയ്യുമ്പോഴല്ല ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നതും ഞാൻ പുളിപ്പില്ലാത്തതായി തീരുന്നതും. ധാരാളം മതങ്ങൾ അങ്ങനെ ചെയ്യുന്നു, തങ്ങളുടെ ദേഹത്തെ ദണ്ഡനത്തിൽ കൂടി കടത്തി വിട്ടിട്ട്, അത് ഏതൊക്കെ തരത്തിൽ, അതിന് പല മോഡുകൾ, പല മെത്തേഡുകൾ അവരുടെ കയ്യിലുണ്ട്, അങ്ങനെ കടത്തി വിട്ടിട്ട് പുണ്യം ലഭിക്കുന്നു. അങ്ങനെയല്ല നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നത്. പിന്നെ അവൻ എങ്ങനെയാണ് നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നത്? അവനോടുള്ള സഖിത്വം നിമിത്തം, അവന്റെ മുറിവ് നിമിത്തം, ക്രിസ്തുയേശുവിന്റെ ക്രൂശ് നിമിത്തം അവൻ നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. 1 കൊരിന്ത്യർ 6:11 പറയുന്നു, എങ്ങനെ നമ്മൾ പുളിപ്പില്ലാത്തതാക്കി തീരുന്നു? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അതെ, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ അടിച്ച് ചതച്ചിട്ടല്ല എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നത്, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ വിശ്വാസ നിമിത്തം ദൈവത്തിന്റെ ആത്മാവിനാലും അവൻ എന്നെ കഴുകി ശുദ്ധീകരിച്ച് പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. ഇത് നമ്മൾ പ്രാപിച്ചെടുത്തതല്ല, പിന്നെ നമ്മൾ ഇത് അധ്വാനിച്ചെടുത്തതല്ല, നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നതല്ല, നമ്മുടെ തലമുറകൾ വഴി നമുക്ക് കൈമാറി കിട്ടിയതല്ല. പിന്നെയോ തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണാപ്രകാരമത്രേ നമ്മളെ രക്ഷിച്ചത്. കരുണാപ്രകാരമത്രേ നമ്മളെ രക്ഷിച്ചത്. Eating the unleavened bread or the bread of affliction means we are eating the bread of his affliction. പുളിപ്പില്ലാത്ത അപ്പം നമ്മൾ കഴിക്കുമ്പോൾ, നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ കഷ്ടതയെ ഞാൻ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു കടന്നുപോയ അവന്റെ കഷ്ടതയോട് ഞാൻ താതാത്മ്യപ്പെടുകയാണ് എന്നുള്ള ആ ബ്രെഡ് ഓഫ് അഫ്ലിക്ഷൻ ഞാൻ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ വചനമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ അംഗീകരിക്കുന്നു, അതെ, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ യാതൊരു ഗുണവും കൊണ്ടല്ല, പിന്നെയോ നീ എന്നെ നീതീകരിച്ചു, നീ എന്നെ ശുദ്ധീകരിച്ചു, ആ പുളിപ്പില്ലാത്ത അനുഭവത്തിലേക്ക് നീ എന്നെ കൊണ്ടുവരുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമതായിട്ട് അപ്പത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിയേഷൻ. അതൊരു താഴ്ചയുടെ അപ്പമാണ്. അത് ഇറ്റ് ഈസ് എ ബ്രെഡ് ഓഫ് ഹ്യൂമിലിറ്റി, അല്ലെ അതൊരു താഴ്മയുടെ അപ്പമാണ്. ഇപ്പൊ രണ്ട് കാര്യം അതിനകത്ത്, അത് താഴ്ചയുടേതും താഴ്മയുടേതുമായിട്ടുള്ള അപ്പമാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം. Christ himself is the
ബ്രെഡ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിറ്റി. ക്രിസ്തു തന്നെയാണ് ആ താഴ്മയുടെയും ആ താഴ്ചയുടെയും അപ്പം. എബ്രായർ 2:9 വായിക്കുന്നു, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്ന യേശു. കർത്താവ് യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു താഴ്ച അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സകലത്തെയും സൃഷ്ടിച്ചവൻ, ദൈവത്തോട് സമത്വമുള്ളവൻ, അവൻ ദൂതന്മാരെക്കാളും താഴ്ച വന്ന യേശു മരണം അനുഭവിച്ചു. സോ ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിയേഷൻ, ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിറ്റി. യെശയ്യാ 53:7 വായിക്കുന്നു, തന്നെ താൻ താഴ്ത്തി വാതുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവിടെയും വായിക്കുന്നു, പ്രവാചകൻ എഴുതി വയ്ക്കുന്നു, പ്രവാചക ശബ്ദം അവിടെ മുഴങ്ങിക്കേൾക്കുന്നു, അവൻ തന്നെ താൻ താഴ്ത്തി വാ തുറക്കാതെ ഇരുന്നിട്ടും. അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പ് നിന്നു കൊടുക്കുന്ന ആടിനെ പോലെ അവൻ തന്നെ താൻ താഴ്ത്തി അവൻ വാ തുറക്കാതെ ഇരുന്നു. ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിയേഷൻ, ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിറ്റി. ഫിലിപ്പിയർ 2:8 വായിക്കുന്നു, തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണം ഉള്ളവനായി തീർന്നു. അപ്പോൾ നമ്മൾ ഇവിടെ 3 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ദ ബ്രെഡ് ഓഫ് അഫ്ലിക്ഷൻ, കഷ്ടതയുടെ അപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അത് നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു എന്ന കഷ്ടതയുടെ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു, അതെ, താഴ്ചയുടെ അപ്പം, താഴ്മയുടെ അപ്പം ആകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ അവനെ ഞാൻ വഹിക്കുമ്പോൾ, അതെ, ഞാൻ അവന്റെ സ്വഭാവത്തിൽ ആയിത്തീരാനിടയായിത്തീരുന്നു. അങ്ങനെ അവനുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, ബി ക്ലോത്ത് വിത്ത് ഹ്യൂമിലിറ്റി, നിങ്ങൾ താഴ്മ ധരിപ്പി. ഇതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവം പറഞ്ഞവരോട്, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം അടുത്ത ഒരാഴ്ച കഴിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകേണ്ട ചിന്ത, വരാനിരിക്കുന്ന പുളിപ്പില്ലാത്തൊരു അപ്പത്തെക്കുറിച്ച്, കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ തരുന്നൊരു പുളിപ്പില്ലാത്ത അപ്പത്തെക്കുറിച്ച് ഉള്ളൊരു ചൂണ്ടുപലകയായിട്ട്, അതെ, പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണിത്. ക്രിസ്തുവാണ് പുളിപ്പില്ലാത്തപ്പം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അവനിൽ പാവമില്ലായിരുന്നു, there is no sin in him. അതുകൊണ്ടാണ് അവനിൽ പുളിപ്പില്ലാത്തത്. രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഹി വാസ് ബറിഡ് ഹി ഡിഡ് നോട്ട് സഫർ ദ നാച്ചുറൽ പ്രോസസ് ഓഫ് കറപ്ഷൻ, ഡീകമ്പോസിഷൻ ഓഫ് ദ ബോഡി. ഹിസ് ബോഡി ഡിഡ് നോട്ട് റിട്ടേൺ ടു ഡസ്റ്റ്. മനുഷ്യനെല്ലാം തന്നെ മരിക്കുമ്പോൾ അവൻ പൊടിയിൽ നിന്ന് വന്നു പൊടിയിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നു, ഇല്ലേ? ആദമിനെ ഹവ്വയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3:19 വായിക്കുന്നു, നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവോ, ഒന്നാമത്തെ ആദമിന്റെ കാര്യം ഇങ്ങനെ ഉൽപ്പത്തി 3:19 എഴുതിയിരിക്കുന്നു. എന്നാൽ ഒടുവിലത്തെ ആദമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2:27 ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതെ, നമ്മളുടെയൊക്കെയും ശരീരം പൊടിയിലേക്ക് മടങ്ങി ചേരുമ്പോൾ ഈ പരിശുദ്ധന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല, കാണുവാൻ പിതാവ് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് he is the unleavened bread. അതുകൊണ്ടാണ് അവൻ പുളിപ്പില്ലാത്ത അപ്പം. അവൻ പാപമില്ലായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്ത് പൊടിയിലേക്ക് അവൻ മടങ്ങിച്ചേരുന്നത് പോലെ, അതെ, ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ എഴുതിയിട്ടുണ്ട്, അവിടെ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അവന്റെ ശരീരം കറപ്ഷൻ ഉണ്ടായില്ല, ഡീകമ്പോസിഷൻ ഉണ്ടായില്ല. ആ ശരീരത്ത് പുളിപ്പ് എപ്പോഴും കാണിക്കുന്നത് ഡെത്ത് ആൻഡ് ഡീക്കെയാ, മരണവും ഈ അഴുകലും കാണിക്കുന്നു പുളിപ്പ്. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന് ഉണ്ടായില്ല എന്നുള്ളത് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പെസഹാടിനകത്ത് നമ്മൾ പഠിച്ചു എന്തെല്ലാം തരത്തിലെ പുളിപ്പുകളാണ്. പരീശന്റെ പരീശത്വം, ഹെരോദാവിന്റെ ലോകമോഹം, തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിപ്പ്, പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും ഉപദേശം, ഇതെല്ലാം പുളിപ്പുകളാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം മാറ്റുക. വ്യക്തി ജീവിതത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, ദേശത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ള കൽപ്പന ദൈവത്തോട് കൊടുത്തിരിക്കുന്നു. അതുപോലെ അത് എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയുന്നു? 2 കൊരിന്ത്യർ 5:17 പറയുന്നു,
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പുതിയൊരപ്പമാ, അവൻ പുളിപ്പില്ലാത്ത ഒരപ്പമാ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പണ്ട് പുളിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പലതരത്തിലെ പുളിപ്പുകൾ ഉണ്ടായിരുന്നു. വീടിന്റെ കോണിലും ഹൃദയത്തിന്റെ കോണിലും ജീവിതത്തിലും വാക്കിലും നാവിലും കണ്ണിലും ചെവിയിലും ഒക്കെ പുളിപ്പുണ്ടായിരുന്നു. എന്നാല് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവൻ പുതിയൊരു പിണ്ഡമാകുന്നു, അവന് പിന്നെ പുളിപ്പില്ല, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഇത് പുതിയതായി തീർന്നിരിക്കുന്നു. തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിപ്പിനെ മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. കാരണം എന്താണ്? കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പോൾ പലതരത്തിലുള്ള പുളിപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ദോഷം ചെയ്യുന്ന പുളിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ അതേസമയം ദൈവരാജ്യം ഒരു പുളിപ്പിനെ കുറിച്ച്, പുളിപ്പാണെന്ന് കർത്താവ് യേശു ക്രിസ്തു ഉപമയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതിന്റെ അർത്ഥം എന്താ? ഒരുവന്റെ ജീവിതത്തിലേക്ക് അവൻ അനുതാപത്തോടെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വീഴുന്ന ദൈവത്തിന്റെ വചനം, അവന്റെ ഹൃദയത്തിൽ പതിക്കുന്ന നല്ല വിത്ത്, അവന്റെ ഹൃദയത്തിൽ പതിക്കുന്ന ആ ജീവനുള്ള വിത്ത്, അത് ഒരു പുളിപ്പായിട്ട് പ്രവർത്തിക്കുന്നു. അത് പിന്നീട് അടുത്ത വർഷങ്ങളിൽ നാളുകളിൽ അവന്റെ ഭാവി ജീവിതത്തിൽ അത് പടർന്നു പന്തലിച്ച് വലിയ വൃക്ഷങ്ങളായി തീരുന്നു. പണ്ട് ആരോ നമ്മളോട് പറഞ്ഞ ഏതോ ഒരു വചനം, ഒരുപക്ഷെ ആശുപത്രിയുടെ ഉൾമുറിയിൽ വെച്ച് പറഞ്ഞ ഒരു വചനമായിരിക്കാം, ദൈവത്താൽ സകലതും സാധ്യമെന്ന്, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന്, ദൈവം നിന്റെ ഇടിവുകളെ നന്നാക്കുമെന്ന്, ദൈവം നിന്നെ സമാധാനിപ്പിക്കുമെന്ന് എങ്ങോ കേട്ട ഒരു വചനമായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ ഒരു പുളിപ്പ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വീണത് കൊണ്ട് പിൽക്കാലത്ത് അത് വളർന്നു പന്തലിച്ച് വലിയൊരു വൃക്ഷമായി തീർന്നു. എന്റെ വിശ്വാസം വളർന്നു, എന്റെ ദൈവിക സ്വഭാവം എന്നിൽ വളരുന്നു, ദൈവത്തോടുള്ള എന്റെ പ്രാഗൽഭ്യം വളരുന്നു, ദൈവത്തോടുള്ള എന്റെ കൂട്ടുകെട്ട് വളരുന്നു, അവരുള്ള ഫ്രണ്ട്ഷിപ്പ് വളരുന്നു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. എന്നിലും നിങ്ങളിലും സ്വർഗരാജ്യം വ്യാപ്തിപ്പെടുക, ഓരോ ദിവസം കഴിയുന്നോറും വ്യാപ്തിപ്പെടുക. ഇങ്ങനെ ഒരു പുളിപ്പും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇത്തരം പുളിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ അധികമായിട്ട് പ്രവർത്തിക്കട്ടെ. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിന്റെ സമ്മറി, ഈസ് അവർ അഫ്ലിക്ഷൻ മേക്കിംഗ് us an unleavened bread? നമ്മുടെ ജീവിതത്തിലെ കഷ്ടത നമ്മളെ ഒരു പുളിപ്പില്ലാത്ത അപ്പമാക്കി തീർക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കണം. അതോ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ട നിമിത്തം ഒരുത്തനോട് വൈരാഗ്യം, ഒരുത്തനെ അവനെ കൈ കിട്ടിയാൽ ഒന്ന് ചോദിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ ദൈവമേ നീ അവനെ അങ്ങ് അവനോട് അതിന് തക്കവണ്ണം ചെയ്തോണേ എന്ന് പറയും. എന്താണ് നമ്മളുടെ അതിനെക്കുറിച്ചുള്ള അതിന് പ്രതികരണം എന്താണ്? Is Christ's afflictions makes us an unleavened bread? ക്രിസ്തുവിന്റെ കഷ്ടത എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തുവിന്റെ മുറിവുകൾ, ക്രിസ്തുവിന്റെ മുറിവ് എന്ന് പറയാം, ക്രിസ്തുവിനുമായിട്ടുള്ള കൂട്ടുകെട്ട്, സഖിത്വം എന്നെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ആർ വി ഫീഡിങ് ഓൺ ദ ബ്രെഡ് ഓഫ് ഹ്യൂമിലിറ്റി? താഴ്ചയുടെ അപ്പം, താഴ്മയുടെ അപ്പം ഞാൻ എല്ലാ ദിവസവും ഭക്ഷിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും അതാണോ എൻ്റെ അകത്തേക്ക് പോകുന്നത്? നാലാമത്തെ ചോദ്യം, ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഗ്രോയിങ് ഇൻ us? ആ പുളിപ്പ് എൻ്റെ ജീവിതത്തിൽ വളരുന്നുണ്ടോ? ഈ 4 ചോദ്യങ്ങൾ നമ്മൾ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത പെരുന്നാളാണ് 16-ാം തീയതി, നിസാൻ മാസം 16-ാം തീയതി അടുത്ത പെരുന്നാൾ. അന്നേരം എല്ലാം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഒരാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ 16-ാം തീയതിയാണ് യേശുവ ദ ഫസ്റ്റ് ഫ്രൂട്ട്, ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫല കറ്റ പെരുന്നാൾ. അത് ലേവ്യ പുസ്തകം 23-ൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയല്ല, അതിൻ്റെ അകത്ത് തീമാണ് ഇന്ന് നിങ്ങൾ അത് പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് 13-ന്റെ നിങ്ങൾ വായിച്ചു കാണും. അവിടെ എന്താണ് ദൈവം ചെയ്തത്? യഹോ പിന്നെയും മോശയോട്, എന്താണ് ഈ ആദ്യ ഫലക്കറ്റ എന്ന് പറഞ്ഞാൽ? ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ഒക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക, അത് എനിക്കുള്ളതാകുന്നു. ആദ്യത്തെ ഫലം, ആദ്യത്തെ കറ്റ എനിക്ക് തരണം. അത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും അത് എനിക്കുള്ളതെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം പറയുന്നു. പുറപ്പാട് 13-ന്റെ 12-ൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു.
കടിഞ്ഞൂലിനെ ഒക്കെയും, നിങ്ങളുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയൊക്കെയും നീ യഹോവയ്ക്കായിട്ട് വേർതിരിക്കണം. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പോൾ കടിഞ്ഞൂലിനെ യഹോവയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, അന്ന് സമാഗമന കൂടാരം ഇല്ല, അന്ന് ദൈവാലയം ഇല്ല, അന്ന് യാഗങ്ങളൊന്നും അവിടെ ഒഫീഷ്യലായിട്ടൊന്നും നടത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ ദൈവം അവർക്ക് അതിനു നേരത്തെ തന്നെ കൽപ്പനകൾ കൊടുക്കുക. എന്നാൽ ലേവ്യ പുസ്തകം 23:10 വരുമ്പോൾ അവിടെ പറയുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ അപ്പോഴത്തേക്കും സമാഗമന കൂടാരമെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു. സമാഗമന കൂടാരം മോശ അവിടെ നിവർത്ത് അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് അവിടെ ഫംഗ്ഷനിലായി കഴിഞ്ഞു. അതിനുശേഷം ലേവ്യ പുസ്തകം 23 ദൈവം ഇസ്രായേൽ എന്താണ് അവർക്ക് കൊടുക്കുന്ന കൽപ്പന? നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അപ്പോൾ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായത്, ഭവനത്തിൽ കടിഞ്ഞൂലായത്, നിങ്ങളുടെ കൃഷി ഇനത്തിൽ കടിഞ്ഞൂലായത് ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അതാണ് ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫല കറ്റ പെരുന്നാൾ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, പിന്നെ ദൈവാലയമുള്ള സമയത്ത് ഡ്യൂറിങ് ദ ടെമ്പിൾ ഡേയ്സ് on the day of the Passover, before the sacrifice would begin, the priest would go out into the field and find ripe barley, and they would bind it in sheaves and leave it standing there. ഈ ദൈവാലയത്തിലെ ആരാധന തുടങ്ങിയ സമയത്ത് ഈ പെസഹയുടെ കുഞ്ഞാടിനെ അറുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരുടെ വയലിൽ പോയിട്ട് ആ വയലിലെ ഏറ്റവും നല്ല കറ്റ, ആദ്യമായിട്ട് വന്ന ആ കന്നി കറ്റ തന്നെ അവരവിടെ കെട്ടിവെച്ചിട്ട് അവർ ദൈവാലയത്തിൽ വന്ന് ഈ യാഗം കഴിക്കാനായിട്ട് വരും. ലേവ്യ പുസ്തകം 23:10 നമ്മൾ അതാണ് വായിച്ചത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരേണ്ടതിന് അവരെന്ത് ചെയ്യും? ആ കറ്റ അവിടെ കെട്ടിവെച്ച് അവിടെ ഉരുക്കി വെക്കും അവരുടെ വയലിൽ. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ജീസസ് വാസ് ബീയിങ് ബൗണ്ട് ആൻഡ് ടേക്കൺ ബിഫോർ ദ റോമൻ ഗവൺമെന്റ്, മെയ്ഡ് റെഡി ഫോർ ക്രൂസിഫിക്ഷൻ. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിന് മുമ്പ് തന്നെ റോമ ഗവൺമെന്റിന്റെ മുമ്പില്, സെനദ്രി സംഘത്തിന്റെ മുമ്പില്, അധികാരികളുടെ മുമ്പില് അവൻ പിടിക്കപ്പെട്ടവനായിട്ട്, അവൻ കെട്ടപ്പെട്ടവനായിട്ട്, അവൻ ചോദ്യങ്ങളാൽ കെട്ടപ്പെട്ടവനായിട്ട്, ആരോപണങ്ങളാൽ കെട്ടപ്പെട്ടവനായിട്ട്, മുറിവുകളാൽ അവൻ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ ആദ്യ കറ്റയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഹി ഈസ് റെഡി ഫോർ ദ ക്രൂസിഫിക്ഷൻ. അവൻ അറുക്കപ്പെടാനായിട്ട് പോവുകയാണ് അവിടെ. 3 days after the Passover, ക്രൂസിഫിക്ഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് on the first fruit, 3-ാം ദിവസം എന്ത് ചെയ്യും? They would take these sheaves and cut them down, carry them into the temple and wave them before the Lord. This takes place on the day of resurrection. പെസഹയുടെ യാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വയലിൽ തിരിച്ചു പോയിട്ട് ആദ്യത്തെ കറ്റ ഇവര് മുറിച്ചുകൊണ്ട് വരും. അതുവരെ അത് മുറിക്കുന്നില്ല, അത് മുറിച്ചെടുത്തോണ്ട് വന്നിട്ട് ദൈവാലയത്തിൽ കൊണ്ടുവന്നിട്ട് അത് നീരാജനം ചെയ്യും എന്ന് നിങ്ങൾ മലയാളം ബൈബിൾ വായിച്ചിട്ടില്ലേ? അതാണ് വേവ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ 4 വശത്തേക്കും ആ കറ്റ അവരിങ്ങനെ വേവ് ചെയ്യും, മുൻപോട്ടും പുറകോട്ടും ഇടതോട്ടും വലത്തോട്ടും എന്ന് പറഞ്ഞാല് അത് പിന്നെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറേക്കും അവരതിനെ വേവ് ചെയ്തിട്ട് യഹോവയുടെ സന്നിധിയില് ആ കറ്റയെ സമർപ്പിക്കും. ഇതാണ് ആദ്യഫല കറ്റ പെരുന്നാൾ. The first fruits were presented in the temple. ആദ്യത്തെ കറ്റ എവിടെ കൊണ്ടുവന്നു? ദൈവാലയത്തിൽ കൊണ്ടുവന്നു. Acknowledgement of Israel's total dependence on God, gratitude and recognition of God's providential care. എന്തിനാണ് അവർ ഈ കറ്റ ആദ്യം കൊണ്ട് ദൈവസന്നിധി കൊണ്ടുവെക്കുന്നതെന്ന് അറിയാമോ? അത് കാണിക്കുന്നു അവരുടെ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അന്ന് അവിടെ കാവൽ നിൽക്കാൻ ഗൂർക്കയോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. അവരാദ്യത്തെ കറ്റയെ കൊണ്ടുവന്ന് ഇവിടെ ദൈവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവർക്കൊന്നറിയാം, ഞങ്ങൾക്ക് ബാക്കി വയലിൽ കിടക്കുന്നതിനെയൊക്കെ സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം ശക്തനാ, ഞങ്ങളുടെ വിട്ടിട്ട് പോന്നിട്ടുള്ള ഭവനത്തിന് ദൈവം കാവൽക്കാരനാ, ഇസ്രായേലിന്റെ പരിപാലകനൻ മയങ്ങത്തുമില്ല ഉറങ്ങത്തുമില്ല എന്നുള്ളത് പൂർണ്ണ നിശ്ചയം ആർക്കുണ്ട്? ഇസ്രായേൽ മക്കൾക്കുണ്ട്. അതുകൊണ്ട് അവർ ആദ്യഫല കറ്റയുമായിട്ട് പുറകെ കിടക്കുന്നതിനെ ഒന്നും ഓർക്കാതോ വീട്ടിലെ അതെന്തായി, അതിനകത്ത് വല്ലവരും കയറിയോ, കള്ളം കയറിയോ, ഞാൻ വെച്ചത് എടുത്തോണ്ട്, അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. ഇവർക്കുള്ള ആദ്യ ഫലവുമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. നന്ദിയോടെ അവർ കാണിക്കുന്നു അവരുടെ ദ ഹാർട്ട് ഓഫ് താങ്ക്സ് ഗിവിംഗ്, ദ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്.
ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഗോഡ്സ് പ്രൊവിഡൻഷ്യൽ കെയർ. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങള് അവര് അക്നോളജ് ചെയ്യുന്നു, അവർ സമ്മതിക്കുന്നു. ദൈവമേ, നീ തന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഈ തന്നതിന്റെ ആദ്യത്തേത് കൊണ്ടുവന്ന് നിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുക. നോക്കണം, അവിടെയും ദൈവം അവരുടെ ഹൃദയമാണ് നോക്കുന്നത്, അല്ലാതെ കറ്റയിലല്ല ദൈവത്തിന്റെ കണ്ണ്. ദൈവത്തിന്റെ കണ്ണ് ഇവരുടെ ഹൃദയത്തിലാണ്. അത് കാണിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ നന്ദി സൂചകമായിട്ട് അവരതവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാൻ ക്രിസ്തുവുമായിട്ട് ഇത് കണക്ട് ചെയ്യുക. കർത്താവ് യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ജീസസ് വാസ് പ്രസന്റഡ് ഹിംസെൽഫ് ബിഫോർ ദ ഫാദർ വിത്ത് ദ ഫുൾ കോൺഫിഡൻസ് ഓഫ് ഗോഡ്സ് പ്രൊവിഡൻസ് ഓഫ് അവർ സാൽവേഷൻ, റിസറക്ഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. കർത്താവ് യേശു ക്രിസ്തു അവനെ തന്നെ പൂർണ്ണമായിട്ട് പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ആത്മാവിനെ ഞാൻ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ ജീവനെ ഞാൻ ഏൽപ്പിക്കുന്നു. ക്രൂശ് മരണത്തിനായിട്ട് ഏത് കഷ്ടതയിൽ കൂടിയും കടന്നു പോകാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് ആ പിതാവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തു എന്താണ് അവിടെ പറയുന്നത്? വിത്ത് ദ ഫുൾ കോൺഫിഡൻസ്. ക്രിസ്തുവിന് പൂർണ്ണമായിട്ടൊരു നിശ്ചയം ഉണ്ടായിരുന്നു. എന്താണ്? ദ പ്രൊവിഡൻസ് ഓഫ് സാൽവേഷൻ. നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷ, നമ്മൾക്ക് ലഭിക്കുവാനിരിക്കുന്ന ഉയർപ്പ്, നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വീകരണം അവിടെ കർത്താവ് യേശു ക്രിസ്തു ഉറപ്പാക്കുകയാണ് ചെയ്തത് തന്റെ ജീവനെ കൊടുത്തപ്പോൾ. ഇസ്രായേൽ മക്കൾ ആദ്യ കറ്റയും കൊണ്ട് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഞങ്ങൾക്കുള്ള ബാക്കിയുള്ളതിനെ എല്ലാം അതെ പരിപാലിക്കുവാൻ ദൈവം ശക്തനാണെന്ന് അവർ വിശ്വസിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് തന്റെ പുത്രനായ യേശു തന്റെ ജീവനെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പുത്രൻ ഒന്നറിയാമായിരുന്നു, എന്റെ പിന്നാലെ വരുന്ന അനേക സഹോദരന്മാരെ അവർക്ക് രക്ഷാപൂർത്തി വരുവാൻ തക്കവണ്ണം അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്നത് പിതാവിന് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഈ വഴിയിൽ കൂടി കടന്നു വരുന്നു. അതുകൊണ്ട് ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. അവനാ നമ്മുടെ രക്ഷാ നായകൻ. യേശു കർത്താവ് തന്റെ സ്വന്തം ജീവനെ അങ്ങോട്ട് ആദ്യ കറ്റ കൊടുത്തപ്പോൾ അവൻ പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു നമ്മൾക്ക് ലഭിക്കുന്ന രക്ഷ, നമ്മൾക്ക് ലഭിക്കുന്ന ഉയർപ്പ്, നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വീകരണം അവിടെ ഷുവറാക്കി. അടുത്തതായിട്ട് the Israelites offered the first fruit to the Lord, believing that the entire harvest belonged to God. അവർ ആദ്യത്തെ കറ്റ കൊണ്ടുവന്നപ്പോൾ അതിന്റെ മറ്റൊരർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ കറ്റ മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം എന്നല്ല അവർ ചിന്തിച്ചത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ദൈവമേ നിന്റേതാ. ഞാൻ ആദ്യത്തെ കൊണ്ടുവരുന്ന നന്ദി സൂചകമായിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ നിന്റേതാ. നീ പറയുന്നത് പോലെ മാത്രമേ അതിനെ ഞാൻ കൈകാര്യം ചെയ്യത്തുള്ളൂ. ദശാംശം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ബാക്കി 90% കൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് വിനിമയം ചെയ്യാമെന്ന്. 10% ദൈവം കൊണ്ടുപോയി ദൈവത്തിന് കൊടുത്തു, ദൈവം അതിന്റെ മേലെ ദൈവം കണ്ണുവെച്ച് കൊണ്ടുപോയിക്കോളൂ. അല്ല, ദൈവത്തിന്റെ കണ്ണിരിക്കുന്ന ആ 90%-അല്ല, ബാക്കി 90% ദൈവത്തിന്റെ കണ്ണുള്ളത്. ഞാൻ അതിനെ എങ്ങനെ വിനിമയം ചെയ്യുന്നു, ഞാൻ അതിനെ എങ്ങനെ ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുന്നു, ഞാൻ അതിനെ എങ്ങനെ സ്തോത്രത്തോടെ കാണുന്നു, എങ്ങനെയാ നന്ദിയോടെ കാണുന്നു. അല്ലെങ്കിലോ ഇത് പോരെ, അതിന്റെ പുറത്തുള്ള ഒരു പിറുപിറുപ്പ്, അതിന്റെ പുറത്തുള്ള പരാതികള്, അതും ദൈവത്തിൻ്റെത് തന്നെ എന്നുള്ള പൂർണ്ണ നിശ്ചയം ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ when Christ's resurrection opened the way to present us before the Father without any spot or wrinkles. കർത്താവ് യേശു ക്രിസ്തു തന്റെ ജീവിതം ആദ്യ കറ്റ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ക്രിസ്തുവിന് ഒന്നറിയാമായിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവരെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് അവരെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ തന്നെ നിർത്തും. ഞാൻ മാത്രമല്ല പിതാവെ ആദ്യ കറ്റയായിട്ട് വരുന്നത്, എൻ്റെ പിന്നാലെ വരുന്ന ഒത്തിരിയും കറ്റകൾ വരുന്നുണ്ട്, ധാരാളം കറ്റകൾ വരുന്നുണ്ട്. അവരെല്ലാം ഞാൻ എന്താക്കി? എൻ്റെ മരണം മൂലം അവരെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി പിതാവിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കും. ആ പദ്ധതി ദൈവത്തിന്റെ ഹൃദയത്തിൽ അതേ പുത്രനത് പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ആദ്യ ഫലക്കറ്റ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? എബ്രായർക്ക് എഴുതിയ ലേഖനം 1:6 പറയുന്നു, ദ ഫസ്റ്റ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ, ദൈവത്തിന്റെ ആദ്യ പുത്രൻ എന്ന് പറയുന്നു. അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 1:5 പറയുന്നു, അവൻ മരിച്ചവരിൽ ആദ്യജാതൻ, സൃഷ്ടിയിൽ അവൻ ആദ്യജാതൻ. അതുപോലെ 1 കൊരിന്ത്യർ 15:20 പറയുന്നു, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ പല സ്ഥാനത്ത് ദൈവവചനത്തിൽ പറയുന്നു ദ ഫസ്റ്റ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ, ദൈവത്തിന്റെ ആദ്യജാതനായ പുത്രൻ. കൊലോസ്യർ 1:15 പറയുന്നു, ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയിൽ അവൻ ആദ്യജാതൻ.
റെവലേഷൻസ് 1:5 പറയുന്നു, ഫസ്റ്റ് ബിഗോട്ടൻ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. വീണ്ടും 1 കൊരിന്ത്യർ 15:20 പറയുന്നു, ക്രിസ്തു നിദ്ര കൊണ്ടുവരുന്ന ആദ്യ ഫലമായിട്ട് അതേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ പറയുന്നു. നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മളെ കുറിച്ചും തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ ആരും ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. യാക്കോബിന്റെ ലേഖനം 1:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. നമ്മളെ ആദ്യ ഫലമായിട്ടാണ് അവൻ കണക്കാക്കിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ട് അതേ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അനുഭവത്തിൽ കൂടി നടക്കാനായിട്ട് തീരുമാനമെടുത്ത് കടന്നു വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് തിരുവചനം പറയുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലം. നമ്മൾ ഒരു ആദ്യ ഫലമാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്നെയും നിങ്ങളെയും ദൈവം ആദ്യ ഫലമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ സൃഷ്ടിയുടെ മകുടമാണ്. കന്നുകാലികളെയും മറ്റ് ജീവജാലങ്ങളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ച പോലെ അല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും തന്നതുപോലെ ആത്മാവിനെയും ആത്മാവിന്റെ പങ്കും പരിശുദ്ധാത്മാവും ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ ആദ്യ ഫലമാണ്. ഞാൻ എന്ന് പറയുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ സന്നിധിയിൽ. മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ കുലം എന്ന് പറയുന്ന ആ ഒരൊറ്റ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അത് വ്യക്തികളായിട്ട് നമ്മൾ എടുത്താലും ഞാനെന്നൊരു വ്യക്തി, വേറൊരു വ്യക്തി ഇല്ല, വേറൊരു സൂസൻ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് ആദ്യ ഫലമാണ്. മറ്റൊരർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ ഓരോരുത്തരിൽ കൂടിയും ഇനി നമ്മുടെ പിന്നാലെ ക്രിസ്തുവിലേക്ക് വരുന്ന ഒരുപാട് കറ്റകളുണ്ട്. ആ കറ്റകളുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ ആദ്യ ഫലമാണ്, ഞാനാണ് ആദ്യം വന്ന ഫലം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിന്. ലേവ്യ പുസ്തകം 23:11 ഇങ്ങനെ വായിക്കും. നമ്മളവിടെ പറഞ്ഞു, 4 വശത്തേക്കും അതിനെ വേവിയും അതിനെ വീശിയാണ് ആ കറ്റ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. എന്തേ 4 വശത്തേക്കും എന്ന് പറഞ്ഞാൽ, 4 വശത്തു നിന്നും വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈ ദൈവസഭയോട് ചേരുന്ന അനുഭവം പിന്നീട് ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ നിന്നുള്ള അർത്ഥം. നോക്കണം, പഴയ നിയമത്തിൽ ഈ യാഗങ്ങൾ ചെയ്യുമ്പോൾ, നീരാജനം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കോ, ഇവരെന്തോ ഇതിനെ കറ്റയെടുത്തിട്ട് ആട്ടിയിട്ട് എനിക്കെന്തോ, എൻ്റെ ജീവിതത്തിൽ എന്തോ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ക്രിസ്തു ഇതിനകത്ത് നിൽക്കുക, ക്രിസ്തു നിൽക്കുക. ആദ്യഫല കറ്റയായിട്ട്, നീരാജനം ചെയ്ത കറ്റയായിട്ട് ക്രിസ്തു അവിടെ നിൽക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പമായിട്ട് ക്രിസ്തു അവിടെ നിൽക്കുന്നു. എന്നെ പുളിപ്പില്ലാത്ത അപ്പമാക്കേണ്ടതിന്, എന്നെ ആദ്യഫലം ആക്കി തീർക്കേണ്ടതിന്. അതുകൊണ്ട് നമുക്കൊരു ദൗത്യമുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു, നമുക്കൊരു ദൗത്യമുണ്ട്. there is a mission for us. എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:34-37 വരെ വായിച്ചു കഴിഞ്ഞാൽ, ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ്, ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്നു ഒരു കാര്യമുണ്ട്, നിങ്ങൾ തലപൊക്കിയൊന്ന് നോക്ക്, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. നിങ്ങളൊന്ന് തലപൊക്കി നോക്ക്, ധാരാളം കറ്റകൾ ഇനി അവിടെ നിൽക്കുന്നു. നിങ്ങളാകുന്ന കറ്റ വന്നു എൻ്റെ അടുത്ത്. നിങ്ങൾ ആദ്യ ഫലമാണ്. സൃഷ്ടികൾ ഒരുവിധം നിങ്ങൾ ആദ്യ ഫലമായി തീർന്നു. നിങ്ങളെ ഞാൻ പുളിപ്പില്ലാത്തവരാക്കി തീർക്കുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പിന്നാലെ ഇനി കൊണ്ടുവരേണ്ട കറ്റകൾ ഒരുപാടുണ്ട്. നിങ്ങൾ തലപൊക്കി എന്ന് നോക്ക്. ഈ നാളുകളിൽ തലപൊക്കി, തല ഉയർത്തി നോക്കേണ്ട കാലങ്ങളായിരിക്കുന്നു. അതേ, ധാരാളം കറ്റകൾ ഇന്നും അവിടെ നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു, നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. തലപൊക്കി നമുക്കൊന്ന് നോക്കാം, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതെ, അവരും ഇതിന്റെ കൂടെ ചേരേണ്ടവരാണ്. അവരും ഈ ദൈവരാജ്യത്തിലേക്ക് അവർ കടന്നു വരേണ്ടവരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ 3 കാര്യം നമ്മൾ ഇന്നിവിടെ പഠിച്ചു. എന്താണ്? പാസ് ഓവർ, പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 16-ാം തീയതി ആദ്യഫലക്കറ്റ പെരുന്നാൾ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. 14, 15, 16 തീയതികളിൽ കർത്താവ് യേശു ക്രിസ്തു പെസഹ പാസ് ഓവറിന്റെ ദിവസം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ദ വൺ വിതൗട്ട് സിൻ, പാപമില്ലാത്തവൻ, സഫേർഡ്, കഷ്ടതയിൽ കൂടി കടന്നുപോയവൻ, ഹിസ് അൺകറപ്റ്റബിൾ ബോഡി, അവന്റെ ദ്രവത്വമില്ലാത്ത ശരീരം, നമുക്ക് വേണ്ടിയിട്ട് മുറിക്കപ്പെട്ട ശരീരം, പുളിപ്പില്ലാത്ത ശരീരം. ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലക്കറ്റ പെരുന്നാൾ ക്രിസ്തുവിനെ എന്താണ് കാണിക്കുന്നത്? 3-ാം ദിവസം അവന് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? പെസഹ കാണിക്കുന്നു നമ്മുടെ രക്ഷ, നമ്മുടെ നീതീകരണം. അവർ സാൽവേഷൻ, അവർ ജസ്റ്റിഫിക്കേഷൻ ഈസ് അഷ്വേർഡ്
ത്രൂ ദ ഷെഡ് ബ്ലഡ് ഓഫ് ദ പാസ് ഓവർ ലാം. അത് കുഞ്ഞാടിന്റെ രക്തം ഹേതുവാല് നമ്മുടെ രക്ഷ നിശ്ചയമാണ്, നമ്മുടെ നീതീകരണം നിശ്ചയമാണ്, അതിനൊരു സംശയമില്ല അവിടെ എന്നുള്ളത് പെസഹ കുഞ്ഞാടിന്റെ പാസ് ഓവറിന്റെ പെസഹ പെരുന്നാള് ഒരു ബിലീവറിനെ കാണിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും കാണിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു? കോൺസിക്വന്റ്ലി വി വാക്ക് ഇൻ ദ കമ്മ്യൂണിയൻ വിത്ത് ഹിം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ഒരുക്കുക, ജീവിതത്തിലെ പുളിപ്പിനെ മാറ്റിക്കളയുക. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നോക്കണം, സാൽവേഷനും ജസ്റ്റിഫിക്കേഷനും പെസഹ ദിവസം നടക്കുന്നു. അൺലീവൻ ബ്രെഡിന്റെ അവിടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. ഫസ്റ്റ് ഫ്രൂട്ടിന്റെ ആദ്യഫലക്കറ്റ പെരുന്നാളിന്റെ സമയത്ത് നമ്മുടെ ഉയർപ്പ് നടക്കുന്നു, നമ്മുടെ മഹത്വീകരണം നടക്കുന്നു. അങ്ങനെ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഇത് മൂന്നും നടക്കുന്നു ഈ 3 പെരുന്നാളിൽ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ സമ്മറി നമ്മൾ ഇത്രയും സമയം പഠിച്ചതാണ്. ഇവിടെ കാണുന്നത് എന്താണ്? ആദ്യഫലക്കറ്റ പെരുന്നാൾ എന്ന് പറഞ്ഞത് 4 കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ, നമ്മുടെ ക്രിസ്തു വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ വിശ്വാസം, കാതലായ അതിന്റെ തീം, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ പറയുമ്പോൾ അത് പകുതിയാകുന്നുള്ളൂ. എന്നാൽ അവൻ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണ സുവിശേഷമായിട്ട് തീരുന്നത്. അതാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ എന്റെ വിശ്വാസം വ്യർത്ഥമാണ്. അവൻ ധാരാളം പേര് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, പക്ഷെ ക്രിസ്തു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. രണ്ടാമതായിട്ട് വി ഹാവ് എ മിഷൻ. നമുക്കൊരു ദൗത്യമുണ്ട്, ഒരു ദൈവരാജ്യത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അതിന്റെ വിസ്തീർണത്തിന് വേണ്ടിയിട്ട്, അതിന്റെ അതിരുകൾ വിസ്താരമാക്കേണ്ടതിന് ഒരു ദൗത്യം എന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ക്രിസ്തു എല്ലാ ക്രിയേഷന്റെയും, എല്ലാ സൃഷ്ടിയുടെയും ആദ്യജാതൻ, അവൻ തലയായിരിക്കുന്നു. നാലാമതായിട്ട് നമ്മുടെ ഉയർപ്പ്, നമ്മുടെ മഹത്വീകരണം. അതാണ് ആദ്യഫലക്കറ്റ പെരുന്നാളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ അഫ്ലിക്ഷൻസ്, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അപ്പം നമ്മളെ പുളിപ്പില്ലാത്തതാക്കി തീർക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ കഷ്ടത, ക്രിസ്തുവുമായിട്ടുള്ള സഖിത്വം, അത് നമ്മുടെ പുളിപ്പിനെ മാറ്റിക്കളയുന്നുണ്ടോ? മൂന്നാമതായിട്ട് നമ്മൾ അവന്റെ താഴ്ചയുള്ള ശരീരം, ആ താഴ്മയുടെ അപ്പം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷിക്കുന്നുണ്ടോ? ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ദൈവത്തിന്റെ രാജ്യം, ആ പുളിപ്പ് നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്നുണ്ട്. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുളിപ്പില്ലാത്തവരായിട്ട് ദൈവരാജ്യം നമ്മളിൽ കൂടെയും വളരാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.